ഇന്ന് രാത്രിയിലത്തെ ധ്യാനത്തിനായി ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഫ്ലോ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ജീവജലത്തിന്റെ നദി ഒഴുകും. എന്താണ് ആ ജീവിപ്പിക്കുന്ന നദി? ആരാണ് ആ ജീവിപ്പിക്കുന്ന നദി? എന്താണ് ആ ജീവജലം? അത് യേശു തന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുവാൻ പോകുന്ന, ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. താങ്ക് യു ജീസസ്. എല്ലാവർക്കും ഒന്ന് പറയാൻ കഴിയുമോ? വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്, വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ആത്മാവ്, വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ആമേൻ. ഇത് നാം മനസ്സിലാക്കേണ്ടതായ വലിയൊരു സത്യമാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞത്? യേശു പറയുന്ന ആ ജലം, യേശു പറയുന്ന ആ നദി പരിശുദ്ധാത്മാവാണ്. എൻ്റെ അടുക്കൽ വന്ന് ഈ നദിയെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഉറവിടമാരാണ്? ഉറവിടവും ആ നദിയുടെ ഉറവയും ക്രിസ്തുവാണ്. ആ ഉറവ ക്രിസ്തുവാണ്, ഉറവിടം ക്രിസ്തുവാണ്. ഉറവിടമാകുന്ന പരിശുദ്ധാത്മ നദിയുടെ ഉറവിടമാകുന്ന, പരിശുദ്ധാത്മ നദി എന്ന ഉറവ ആരംഭിക്കുന്ന, ആ പരിശുദ്ധാത്മ നദി നമ്മളിലേക്ക് ഒഴുക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ അരികിലേക്ക്, യേശുവിൻ്റെ അരികിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. 2, അത് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. കാരണം യേശു ഇതൊരു യഹൂദ സമൂഹത്തെ, ഒരു മതസംവിധാനത്തിൽ നിൽക്കുന്ന മനുഷ്യരെ നോക്കി ഇത് പറയുമ്പോൾ, ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും സ്വർഗത്തിലെ ദൈവം നൽകിയ ഒരു ആഹ്വാനമാണ്. അവന്റെ വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ ജെരമ്യയുടെ പ്രവചന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ജെരമ്യ വളരെ സങ്കടത്തോടെ, വളരെ വേദനയോടെ ആ പ്രവാചകൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. ജെരമ്യ 2:13. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അപ്പൊ ജെരമ്യ വളരെ വേദനയോടെ, വീപ്പിംഗ് പ്രോഫറ്റ്, കണ്ണുനീരോടെ പ്രവചിക്കുന്ന പ്രവാചകനായ ജെരമ്യ പറയുകയാണ്, കണ്ണുനീരോടെ പറയുകയാണ്, എൻ്റെ ജനം 2 ദോഷം ചെയ്തിട്ടുണ്ട്, 2 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ 2 ഈവിൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 പൈശാചികമായ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നു, അതിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒന്ന്, അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ, സ്വർഗത്തിലെ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അപ്പൊ ജെരമ്യ ഈ ശബ്ദം കേൾക്കുകയാണ്, യഹോവയിൽ നിന്ന് ഈ വോയിസ് കേൾക്കുകയാണ്. ദൈവം വളരെ വേദനയോടെ ജെരമ്യയോട് ഇത് പറയുമ്പോൾ, അതിനേക്കാൾ വേദനയോടെ ജെരമ്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ
ജീവന്റെ ഉറവയാകുന്ന ക്രിസ്തുവിനെ മറന്നുകൊണ്ടൊരു സമൂഹം ജീവിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ നിന്നുകൊണ്ട് ജെറുസലേം ദേവാലയത്തിനരികിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ ഈ ജീവജല നദിയെക്കുറിച്ച് നാം അറിയേണ്ടതായ ചില വസ്തുതകളുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് ഒഴുകുന്ന ഒരു നദിയോടുകൂടെ, വെള്ളത്തോടുകൂടെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ ശുദ്ധിയുള്ള ഒന്നാണ്. വെള്ളം പരിശുദ്ധിയുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് നിറമോ മണമോ രുചിയോ ഒന്നുമില്ല. വെള്ളത്തിന് നിറമില്ല, പ്രത്യേകിച്ചൊരു മണമില്ല, പ്രത്യേകിച്ച് ഒരു രുചിയില്ല. പക്ഷേ എല്ലാത്തിനും ഗുണം നൽകുന്ന, രുചി നൽകുന്ന, മണം നൽകുന്ന ഒന്നാണ് വെള്ളം. ഓറഞ്ച് നമ്മൾ ഇളക്കുമ്പം തന്നെ നല്ല മണം വരും. പക്ഷെ വെള്ളമില്ലാതെ ഓറഞ്ചിന് ഫലം കൊടുക്കാൻ കഴിയുകയില്ല. വെള്ളത്തിന് പ്രത്യേകിച്ച് മണമില്ല, പക്ഷെ എല്ലാം മണക്കുന്നതിന്റെ കാരണം, മുല്ലപ്പൂ മണക്കുന്നതിന്റെ കാരണം വെള്ളമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. വെള്ളത്തിന് പ്രത്യേകിച്ച് രൂപമില്ല. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തൊരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അത് ആ ഗ്ലാസിന്റെ രൂപത്തിലാകും. അത് സ്ക്വയറായിട്ടുള്ള ഒരു സാധനത്തിൽ ഒഴിച്ചാൽ അത് ആ രൂപത്തിലാകും. അതെടുത്ത് തറയിൽ ഒഴിച്ചാൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് അത് ഒഴുകാൻ തുടങ്ങും. വെള്ളത്തിന് പ്രത്യേകിച്ച് രൂപമില്ല, പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും ഒരു രൂപം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാ ശുദ്ധിയുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് കളർഫുൾ ആകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾ സുഗന്ധമുള്ളവരായി തീരുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നുമാകുവാൻ സാധിക്കത്തില്ല. ഈ വെള്ളമെന്ന് പറയുന്നതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നല്ല മഴയുള്ള സമയമാണ്. നമ്മളുടെ സംസ്ഥാനത്ത് പലയിടത്തും ഫ്ലഡുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നമ്മൾ ഇന്നും പ്രാർത്ഥിക്കും. പക്ഷേ ഈ വെള്ളമെന്ന് പറയുന്നതിന് കാഴ്ചയിൽ വലിയ ശക്തി തോന്നത്തില്ല, പക്ഷെ വെള്ളം ഭയങ്കര ശക്തിയുള്ളതാണ്. നമുക്ക് കാണുമ്പം വലിയൊരു ഇതായിട്ടൊന്നും തോന്നുകയില്ല, പക്ഷേ ഭയങ്കര പവറാണ്. ഞാൻ ഓർക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതുപോലൊരു മഴയുള്ള സമയത്ത് കേരളത്തിൽ പലയിടത്തും ഇങ്ങനെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്യൂണറൽ സർവീസിന് ഞങ്ങൾ ഒന്നിച്ച് കടന്നുപോയപ്പോൾ ഒരു നദിയിൽ നിന്ന് വെള്ളം കര കവിഞ്ഞ് റോഡിലൂടെ ഒഴുകുന്ന വെള്ളം ഇങ്ങനെ അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞങ്ങൾ പോകുന്ന വാഹനത്തിന്റെ ഒരു പകുതി വരെ വെള്ളം കാണും, താഴെ വരെ വെള്ളം കാണും, ഫുള്ളില്ല. ബോണറ്റിൽ ഒന്നും മുട്ടാനുള്ള വെള്ളമില്ല. ഒരാളിന്റെ മുട്ടൊപ്പം വെള്ളം കാണും, അതിന് താഴെ വെള്ളം കാണും. പക്ഷേ വളരെ ഈസി ആയിട്ട് പോകാമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും കുറച്ച് മുന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ഒഴുകുകയാണ്. വണ്ടി ശരിക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഒലഞ്ഞു, സൈഡിലോട്ടായി. പിന്നെ വളരെ പ്രാർത്ഥിച്ചും ഭയപ്പെട്ടുമൊക്കെയാണ് ബാക്കിയുള്ള ദൂരം പിന്നിട്ട് മറുകരയിലെത്തിയത്. നമുക്ക് കാണുമ്പോൾ കാഴ്ചയിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ തോന്നും, പക്ഷെ അല്ല. വെള്ളം ഈ കാണുന്ന പോലെയല്ല. പല ആൾക്കാരും പറയും കരണ്ടയിലും വെള്ളത്തേലും കളിക്കരുതെന്ന് പറയാറുണ്ട്. അത് കളി കാര്യമാകും. പ്രൈസ് ഗോഡ്. കാരണം നമുക്ക് കാണുന്നത് പോലെയല്ല സംഭവം, അതിന് ഭയങ്കര ശക്തിയുണ്ട്. കരണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ വെള്ളത്തിന്റെ ശക്തിയിലൂടെയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് ശക്തമാണ്, അത് ഭയങ്കര പവറാണ്. പൗലോസ് പലയിടത്തും ഇതിനെ അത്യന്ത ശക്തി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുവിൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവശക്തിയുമാകുന്നെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നൊരു പവറുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, വെള്ളത്തിന്
വെള്ളം ശുദ്ധിയുള്ളതാണ്, പരിശുദ്ധാത്മാ പരിശുദ്ധമാണ്. കാഴ്ചയിൽ വെള്ളത്തിന് നിറമോ മണമോ ഒന്നും ഇല്ല, പക്ഷേ എല്ലാത്തിനും നിറവും മണവും കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളമില്ലാതെ രുചിയില്ല, വെള്ളമില്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വെള്ളത്തിന് പ്രത്യേകിച്ച് രൂപമില്ല, പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും ഒരു രൂപം ഉണ്ടാകത്തില്ല. വെള്ളത്തിന് കാഴ്ചയിൽ ശക്തിയില്ല, അശക്തമാണെന്ന് തോന്നും, പക്ഷെ ഇതുപോലെ ശക്തിയുള്ള ഒരു സംഭവം ലോകത്തിലില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ നദിക്കുണ്ട്. അതുകൂടെ ഞാൻ ഇതിനകത്തൊന്ന് പറഞ്ഞിട്ട് പ്രധാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഈ പെയ്തിറങ്ങുന്ന മഴയില്ലേ, ഈ മഴയൊക്കെ കഴിയുമ്പോൾ എല്ലാ വൃക്ഷങ്ങളും തളിർക്കും. നിങ്ങളുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന ചെടികൾക്കൊക്കെ നല്ല നല്ല തളിരുണ്ടാകും, പുതിയ ഇലകൾ വരും, എല്ലാം അങ്ങ് ഫ്രഷ് ആവും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പോട്ടിനകത്ത് ചെടിച്ചട്ടിക്കകത്ത് ഉണങ്ങിപ്പോയ ഒരു റോസാ ചെടി ഇരിപ്പുണ്ടെങ്കിൽ, ഉണങ്ങിപ്പോയ ഒരു മരം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയി, വേര് വരെ ഉണങ്ങിപ്പോയി. ഒരിക്കലും ഈ പെയ്തിറങ്ങുന്ന മഴയ്ക്ക് ആ ഉണങ്ങിപ്പോയ മരത്തെ വളർത്താൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയ റോസാ ചെടിയെ നദിയുടെ സൈഡിൽ കൊണ്ടുവച്ചാലും അത് കിളിക്കില്ല. അപ്പോൾ ഈ ലോകപ്രകാരം നമ്മൾ കാണുന്ന വെള്ളത്തിന്, മഴയ്ക്ക് പച്ചയുള്ളതിന് അല്ലെങ്കിൽ പ്രതീക്ഷയുള്ളതിന് ഒന്നും കൂടെ പ്രതീക്ഷ കൊടുക്കാൻ കഴിയും. പച്ചയുള്ളതിന് ഒന്നും കൂടെ പച്ചിപ്പ് കൊടുക്കാൻ കഴിയും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്തതിനെ അത് വളർത്തുന്ന നദിയാണ്. ഒരു പച്ചിപ്പുമില്ലാത്തതിന് അത് പച്ചിപ്പ് കൊടുക്കുന്ന നദിയാണ്. അതുകൊണ്ടാണ് ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട താഴ്വരയിൽ എഗസ്കേൽ പ്രവാചകനെ നിർത്തിയിട്ട് വിറക് കഷ്ണം പോലെ കിടക്കുന്ന, ഉണക്കക്കമ്പ് പോലെ കിടക്കുന്ന അസ്ഥിവഞ്ചനങ്ങളെ കാണിച്ചുകൊണ്ട് യഹോവ ചോദിക്കുന്നത്, പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കപ്പെടുമോ? വല്ല പ്രതീക്ഷയും ഇതിനെക്കുറിച്ചുണ്ടോ? പക്ഷെ ഒരു പ്രതീക്ഷയുമില്ലാത്ത ആ അസ്ഥിക്കൂമ്പാരങ്ങളെ ആത്മാവിന്റെ കാറ്റിനെ താഴ്വരയിൽ അടുപ്പിച്ച് ഒരു സൈന്യമാക്കി ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിൽ ഈ നദി നമ്മെ ജീവിപ്പിക്കുന്ന നദിയാണ്. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ നദി എന്നെ ജീവിപ്പിക്കുന്ന നദിയാണ്. അതിലൊരു സ്വയ ലൈഫുണ്ട്, അതിലൊരു ജീവനുണ്ട്. ആ ജീവൻ ക്രിസ്തുവിന്റെ ജീവനാണ്. അത് നിങ്ങളിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടാനിടയാകും. ഇത് യേശു കർത്താവ് ഒരിക്കൽ തൻ്റെ ശുശ്രൂഷയുടെ മധ്യയിൽ ഒരു സഹോദരിയോട് ഈ കാര്യം യേശു വെളിപ്പെടുത്തി. ആ സഹോദരിയുടെ പേര് ശമരിയാക്കാരി സ്ത്രീ എന്നാണ്. സ്ഥലപ്പേര് വെച്ചാണ് ആ സഹോദരി അറിയപ്പെടുന്നത്, ശമരിയാക്കാരി സ്ത്രീ. അങ്ങനെ കുറെ പേര് ബൈബിളിലുണ്ട്. മഗ്ദലക്കാരി മറിയം, പുള്ളിക്കാരിയുടെ സ്ഥലം മഗ്ദല എന്ന സ്ഥലമാണ്. ആ സ്ഥലപ്പേര് വെച്ചാണ് അറിയപ്പെടുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലേക്ക് വരണം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കുന്നത് നല്ലതായിരിക്കും. യോഹന്നാൻ 4:13-14 വരുമ്പോൾ യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ആ യോഹന്നാൻ സുവിശേഷത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു കർത്താവ് ഈ ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ്. യഹൂദ ദേശം വിട്ടവൻ പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഈ വേദപുസ്തകത്തിനകത്ത് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരിക്കലും അവർ ശമരിയിൽ പോകത്തില്ല. ശമരിയക്കാരെ യഹൂദന്മാരടുത്തോട്ടും പോകത്തില്ല. ഇവര് തമ്മിൽ ഭയങ്കരമായ ശത്രുത നിലനിൽക്കുന്ന സമയമാണ്. പക്ഷെ ഇതിനെയെല്ലാം ഭേദിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ശമരിയ പട്ടണത്തിലേക്ക് പോകുന്നത്. അങ്ങനെ കർത്താവ് അവിടെ സൂക്കാർ എന്ന ശമരിയ പട്ടണത്തിൽ യാക്കോബ് ഒരു ഉറവുണ്ടായിരുന്നു. യേശു ആ വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ആ ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അവിടെ 6-ാം മണി നേരമെന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ടൈം സോണിനെ ഉച്ച സമയമാണത്. ഉച്ച സമയം 12 മണി, ഉച്ചയ്ക്ക് നല്ല പൊള്ളുന്ന വെയിലുള്ള 12 മണി സമയമാണ് ഈ 6-ാം മണി നേരമെന്ന് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ശമരിയാക്കാരിയായ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വന്നു ഈ യാക്കോബിന്റെ കിണറ്റിൽ. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ
ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ഇനി കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ, കുടിവെള്ളം ചോദിച്ചു. ആ സമയത്ത് ശിഷ്യന്മാർ അവിടെ ഇല്ലായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെയൊക്കെ വാങ്ങിക്കാൻ പുറത്തു പോയിരുന്നതാണ്. ഉടനെ ശമരിയ സ്ത്രീ യേശുവിനോട് പറയുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. ശമരിയക്കാരി സ്ത്രീ പറയാണ്, നീ ഒരു യഹൂദനല്ലേ, എനിക്ക് നിന്റെ ഡ്രസ് കോഡിൽ നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരുടെ വസ്ത്രധാരണത്തിൽ യഹൂദന്മാരെ തിരിച്ചറിയാൻ പറ്റും. നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ സ്ത്രീയോട് എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ? കർത്താവ് ചോദിച്ചത് കുടിവെള്ളമാണ്, ഡ്രിങ്കിങ് വാട്ടർ, ദാഹജലമാണ്. പക്ഷെ ഈ പുള്ളിക്കാരി തിരിച്ചു ചോദിച്ചത് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിലേക്ക് അവൾ കയറി പോവുകയാണ്. അവൾ പറയുന്നത് റിലീജിയസ് ആണ്, മതമാണ്, ഡിനോമിനേഷനാണ്, മതമാണ് അവൾ പറയുന്നത്. നിങ്ങളുടെ മതക്കാര് ഞങ്ങളുടെ മതക്കാരോട് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ മതക്കാര് നിങ്ങളുടെ മതക്കാർക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടില്ല, പിന്നെ നീ എന്തിനാണ് എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത്? അപ്പോ ദാഹജലം ചോദിച്ച ക്രിസ്തുവിനോട് ഈ സഹോദരി പറയുന്നത് മതസംവിധാനത്തെ കുറിച്ചാണ്. അതാണ് അവളുടെ തലയിൽ കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റേഷന്, ഒരു ഡിബേറ്റിന് പറ്റിയ ടോപ്പിക്കാണ് ഈ പുള്ളിക്കാരി എടുത്തിടുന്നത്. സമാധാന പ്രഭുവായ ക്രിസ്തു അവിടെ വന്നത് വഴക്കുണ്ടാക്കാനല്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, നീ എനിക്ക് വെള്ളം കുടിക്കാൻ തരണ്ട, വേണ്ട. പക്ഷെ നീ കുടിച്ചിട്ടില്ലാത്ത, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ജീവജലം ഞാൻ നിനക്ക് തരാം. അത് നിനക്കാർക്കും തരാൻ കഴിയത്തില്ല, അതെനിക്ക് മാത്രമേ നിനക്ക് തരാൻ കഴിയൂ. ഉടനെ ആ സഹോദരി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, ആകാംക്ഷയുള്ളവളായി. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറും ആഴമുള്ളതാണല്ലോ, നിന്റെ ഈ പാത്രമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ വെള്ളം കോരാനുള്ള, കിണറിന് ഭയങ്കര ആഴവുമാണല്ലോ, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് എന്ന് ചോദിച്ചു. യേശു അവളോട് പറയുകയാണ്, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. നീ ഇപ്പൊ കപ്പുമായിട്ട് പാത്രമായിട്ട് കോരാൻ വന്ന വെള്ളമില്ലേ, ഇത് കുടിക്കുന്നവർക്കൊക്കെ പിന്നെയും ദാഹിക്കും. എന്നാൽ യേശു പറയുന്നു, ദാഹം മാറ്റുന്ന ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. 10ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ഈ സ്ത്രീയോട് യേശു പറഞ്ഞു. 3 കാര്യങ്ങൾ വേണേ നോട്ട് ചെയ്തോ. നമ്പർ 1, നീ അറിയേണ്ട 1ാമത്തെ കാര്യം, നീ ദൈവത്തിന്റെ ദാനമാണ്. 2ാമത്തെ കാര്യം, നിന്നോട് വെള്ളം കുടിക്കാൻ ചോദിച്ചത് ആരാണെന്ന് നീ അറിയണം. 3ാമത്തെ കാര്യം, നിന്റെ യഥാർത്ഥ പ്രശ്നം ഈ കിണറ്റിൽ കിടക്കുന്ന വെള്ളമല്ല, നിന്റെ യഥാർത്ഥ നീഡ് ഇതുമല്ല, നിന്റെ യഥാർത്ഥ ആവശ്യം മറ്റൊന്നാണ്. 3 കാര്യങ്ങളാണ് ഈശോയോട് പറഞ്ഞത്. 1, യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. നീ ദൈവത്തിന്റെ ദാനമാണ്. സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് പറയാമോ, ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന്റെ ദാനമാണ്. 2ാമത് കർത്താവ് പറയുന്നു, നിന്നോട് കുടിക്കാൻ ചോദിച്ചവൻ, ഈ വെള്ളം കുടിക്കാൻ ചോദിച്ചവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിനക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, നിനക്കത് മനസ്സിലായിട്ടില്ല, നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കർത്താവ് ആഗ്രഹിച്ചു പോവുകയാണ്. ഇന്ന് ഈ ലൈവ് സർവീസ് കാണുന്ന നിങ്ങൾ യേശു ആരാണെന്ന് അറിയണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ ലോകം മുഴുവൻ യേശു ക്രിസ്തു ആരെന്ന് അറിയണം. യേശു ക്രിസ്തു എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നെന്ന് അറിയണം.
യേശുക്രിസ്തു എന്തിനാണ് ക്രൂശിൽ മരിച്ചതെന്ന് അറിയണം. യേശു എന്തിനാണ് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് അറിയണം. യേശു എന്തിനാണ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും മധ്യസ്ഥത അണയ്ക്കുന്നതെന്ന് അറിയണം. യേശുക്രിസ്തു എന്തിനാണ് ഇനി മേഘാരൂഢനായി മടങ്ങി വരുന്നതെന്ന് അറിയണം. ഈ സത്യം സകലരും അറിയണം. ഈ സത്യത്തെ വിളംബരം ചെയ്യുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്, ഗോസ്പൽ. ഹല്ലേലൂയ. ഈ സത്യം എല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും യേശുവിനെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവനെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അവനൊരു മതത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ദൈവമല്ല. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, ഒരു പ്രത്യേക സംഘടനയ്ക്ക് വേണ്ടിയല്ല. യോഹന്നാൻ പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പൗലോസ് പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സത്യത്തെ എല്ലാവരും അറിയണം. 3 കാര്യങ്ങളാണ് ആ സ്ത്രീയോട് യേശു പറഞ്ഞു. 1, നീ ആരെന്ന് നീ അറിയണം. നീ ദൈവത്തിന്റെ ദാനമാണ്. 2, നിന്നോട് വെള്ളം കുടിക്കാൻ ചോദിച്ച ഞാൻ ആരെന്ന് നീ മനസ്സിലാക്കണം. ആ വെളിപ്പാട് നിനക്കുണ്ടാകണം. 3, മോളെ സിസ്റ്ററെ, നിന്റെ യഥാർത്ഥ ആവശ്യം നിന്റെ പിതാക്കന്മാര് കുഴിച്ച ഈ കിണറ്റിലെ പച്ചവെള്ളമല്ല. നിന്റെ ബേസിക് നീഡ് ഇതല്ല. നിന്റെ ദാഹത്തെ എന്നേക്കുമായി പോക്കുന്ന നിത്യജീവന്റെ ഉറവയാണ് നിന്റെ യഥാർത്ഥ ആവശ്യം. കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയോ. ഹല്ലേലൂയ. അപ്പോ 11ാമത്തെ വാക്യത്തിൽ ഈ സഹോദരി യേശുവിനെ സംബോധന ചെയ്ത പദം യജമാനനെ എന്നാണ്. നിങ്ങൾ കണ്ടോ, യജമാനനെ. 18-19 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ യേശു അവളോട് പ്രൊഫറ്റിക്കലി സംസാരിക്കാനായിട്ട് ഇടയായി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഉടനെ ആ സഹോദരി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, എൻ്റെ അവസ്ഥ അതാണ്. എന്നാൽ 19ാമത്തെ വാക്യത്തിൽ അവൾ സംബോധന ചെയ്തത്, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. യു ആർ ദ പ്രൊഫറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിലെ വളരെ ഹൃദയരഹസ്യങ്ങളെ, ആർക്കും അറിയാൻ കഴിയാത്ത അനുഭവങ്ങളെ യേശു അവിടെ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന് അത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നഥനയേലിനോട് യേശു പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമില്ല, കാപട്യമില്ല. അത്തിയുടെ ചുവട്ടിൽ നീ ഇരിക്കും മുൻപേ ഞാൻ നിന്നെ കണ്ടു. പെർഫെക്റ്റ്ലി കർത്താവിനോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് അത് ചെയ്യാൻ കഴിയും. ഐ ബിലീവ് ദാറ്റ്. ഞാൻ പൂർണ്ണമായി അതിൽ വിശ്വസിക്കുകയാണ്. നീ പറഞ്ഞത് ശരി തന്നെ, സത്യം തന്നെ. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അപ്പൊ 1, വാക്യം 11 യജമാനനെ എന്ന് വിളിക്കുന്നു. വാക്യം 18-19 പ്രവാചകനെ എന്ന് വിളിക്കുന്നു. നമ്മൾ വായിച്ച പ്രാരംഭ വാക്യത്തിൽ യഹൂദനെ എന്ന് വിളിക്കുന്നു. എന്നാൽ 25ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ പറയുന്നുണ്ട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. 26ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. നിങ്ങൾ പോന്ന ആ റൂട്ട് പോയത് കണ്ടോ? കർത്താവിനെ ആദ്യം കാണുമ്പോൾ മതചിന്തകളുമായി, ആ മതത്തിന്റെ മൈൻഡ് സെറ്റുമായി, ക്രിട്ടിസൈസിങ് മെന്റാലിറ്റിയുമായി അവൾ നിന്നതുകൊണ്ട് കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു യഹൂദനല്ലേ. കുറച്ചും കൂടെ അടുത്തപ്പോൾ, കുറച്ചും കൂടെ വർത്താനം പറഞ്ഞപ്പോൾ യജമാനനെ എന്ന് വിളിച്ചു. കുറേയും കൂടെ സമയമെടുത്ത് കർത്താവ് സംസാരിച്ച് അടുത്തപ്പോൾ പ്രവാചകനെ എന്ന് വിളിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ
യു ആർ ദ മസായ. നീ മഷികയാണ്, നീ രക്ഷകനാണ്, നീ വീണ്ടെടുപ്പുകാരനാണെന്ന് സത്യം. യേശു വീണ്ടെടുപ്പുകാരനെന്ന് സത്യം അവൾ തിരിച്ചറിയുന്നു. അപ്പൊ ഇതിനകത്തൊരു കാര്യം ഇന്ന് ലൈവ് കാണുന്നവരറിയണം. യേശുവിനോട് നിങ്ങൾ അടുക്കും തോറും യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങളിൽ വർദ്ധിച്ചു വരും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇന്റിമസി നിങ്ങളിൽ വർദ്ധിക്കും തോറും ദൈവവചനത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചുമുള്ള ബോധ്യങ്ങൾ നിങ്ങളിൽ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. അവൾ വന്നത് വെള്ളം കോരാനാണ്. വെള്ളം ഒരു ഭൗതിക വിഷയമാണ്, വെള്ളം ഒരു ബേസിക് നീഡാണ്. പക്ഷെ യേശു ക്രിസ്തു ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ആ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലോട്ട് ഓടി. എന്നിട്ട് ആ ടൗൺ മുഴുവൻ ചെന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പട്ടണം മുഴുവൻ ഇളക്കിക്കൊണ്ട് ആൾക്കാരെ എല്ലാം വിളിച്ചോണ്ട് ഈ സഹോദരി യേശുവിന്റെ അടുക്കൽ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൾ വന്നത് അവളുടെ ഭൗതിക ആവശ്യത്തിനാണെങ്കിലും പലരും ദൈവത്തിലേക്ക് വരുന്നത് സമാധാനത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടിയൊക്കെ ആയിരിക്കാം. അങ്ങനെയാണ് ഒരു 95% ഓഫ് ആൾക്കാരും വരുന്നത്. പക്ഷേ നിങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കരുത്, അവിടം കൊണ്ട് ഒതുങ്ങിപ്പോകരുത്, അവിടം കൊണ്ട് നിർത്തിപ്പോകരുത്. വിടുതൽ കിട്ടി, പ്രാർത്ഥിച്ചു, സൗഖ്യമായി, അല്ലെ എൻ്റെ പ്രശ്നമൊക്കെ മാറി, ഞാനിനി ബൈ പോവുക. നോ, നെവർ ഡു. ഒരിക്കലും അത് ചെയ്യരുത്. യേശുവിനെ അറിയുക, യേശുവിനെ ആരാധിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ ഉയർത്തുക. കർത്താവിനോട് അടുക്കും തോറും ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങൾ ആത്മാവിൽ നിങ്ങൾക്ക് ലഭ്യമാകാനിട. അങ്ങനെ നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിപ്പാനിടയായിത്തീരും. 10 കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, ദാവീദ് പുത്രാ, ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. കർത്താവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 10 പേരും തിരിച്ചു പോയി. അന്നേരം ഒന്നും നടന്നില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പോകുന്ന വഴിയിൽ, ഓൺ ദി വേ, അവർ പോകുന്ന വഴിയിൽ അവർ സൗഖ്യം പ്രാപിച്ചു. അവർ നോക്കിയപ്പോൾ അവരുടെ സ്കിന്നിന്റെ കളർ മാറി, അവർക്ക് നഷ്ടപ്പെട്ട വിരളും നഖമൊക്കെ തിരികെ വന്നു. പെട്ടെന്ന് അതിലൊരു കുഷ്ഠരോഗി, സൗഖ്യമായവൻ, അവിടുന്ന് തിരിഞ്ഞു, ആ കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നു. യേശു ഇരിക്കുന്നിടത്ത് വന്നിട്ട് കർത്താവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി യേശുവിന് അവൻ നന്ദി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്റെ സൗഖ്യം പൂർണ്ണമായിരിക്കും. യേശു അവനോട് ചോദിക്കുന്നുണ്ട്, 10 പേരല്ലയോ, നിങ്ങൾ 10 പേരല്ലയോ എൻ്റെ അടുക്കൽ വന്നത്? യേശു ചോദിക്കുകയാണ്, നിങ്ങൾ 10 പേരല്ലയോ എൻ്റെ അടുക്കൽ വന്നത്? ബാക്കി 9 പേർ എവിടെ? നീ ഒരുത്തൻ മാത്രമോ മടങ്ങി വന്നത്? യേശു സൗഖ്യമാക്കിയവരെ യേശു അന്വേഷിക്കുന്നു. യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ യേശു തിരക്കുന്നു. ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വായത്തമാക്കിയവരെ കർത്താവ് ഇന്നും അന്വേഷിക്കുന്നു. വേർ ആർ യു? നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയെങ്കിൽ തിരികെ വരിക അവൻ്റെ അരികിലേക്ക്. നിങ്ങളുടെ സൗഖ്യം പൂർണ്ണമാകുവാൻ, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പിക്കപ്പെടുവാൻ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന് വേണ്ടി വന്ന് കൈപൊക്കി പിടിച്ച ആള് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം കർത്താവിന്റെ അടുക്കൽ വന്ന് നന്ദി പറയാൻ മുട്ടുകുത്തണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾ 10 പേരല്ലേ എൻ്റെ അടുക്കൽ വന്നത്? ബാക്കി 9 പേർ എവിടെ? നീ ഒരുത്തൻ മാത്രമോ എൻ്റെ അരികിൽ വന്നത്? ആമേൻ. രാത്രി എന്നെ കാണുന്ന വാത്സല്യ ദൈവമക്കളോട്, ലൈവിൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തോട് കൂടുതലായി അടുക്കുക, ദൈവ സാന്നിധ്യത്തിലേക്ക് കൂടുതലായി കടന്നു വരിക. ഈ പരിശുദ്ധാത്മാവിന്റെ നദിക്ക് മാത്രമേ നിങ്ങളുടെ ദാഹം തീർക്കാൻ പറ്റത്തുള്ളൂ. 5 വിവാഹങ്ങൾ കഴിച്ച ആ സഹോദരിക്ക് അവളുടെ ദാഹം തീർക്കാൻ കഴിഞ്ഞില്ല. പാപത്തിൽ മുഴുകി ജീവിച്ച അവൾക്ക് അവളുടെ പാപങ്ങൾക്ക് അവളുടെ ദാഹത്തെ പോക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിലെ ഒരു പാപങ്ങൾക്കും ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും നിങ്ങളുടെ യഥാർത്ഥ ദാഹം പോക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ യഥാർത്ഥ ദാഹം പോക്കുവാൻ ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഞാൻ ഈ ഭാഗത്തിലെ
പ്രധാനപ്പെട്ട ഈ ജീവജലം എന്ന വിഷയത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് ഞാൻ വരികയാണ്. എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 47 അധ്യായം 9 വാക്യം ഒന്ന് വായിക്കാമോ? എഗസ്കേൽ 47 9 വാക്യം. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ ഏൻഗതി മുതൽ എൻ എഗ്ലയും വരെ മീൻ പിടിക്കാർ. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അവിടെയും ഈ നദി എന്ത് ചെയ്യുന്നു? ജീവൻ കൊടുക്കുന്നു. സോയ ലൈഫ്. ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ചിലരുടെ ശരീരത്തിൽ, ആത്മാവിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ചലിക്കുവാനിടയാകും. നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് ശക്തമാക്കും. അവൻ നിങ്ങളെ ജീവിപ്പിക്കും. അവിടെ ഈ വെള്ളം വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. കാരണം വെള്ളത്തിലാണ് ആ ജീവൻ നിൽക്കുന്നത്. വെള്ളമില്ലെങ്കിൽ മത്സ്യമില്ല, വെള്ളമില്ലെങ്കിൽ ജീവജാലങ്ങളില്ല, വെള്ളമില്ലെങ്കിൽ ഈ പ്രകൃതിയില്ല, വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല. ഇതുപോലെ ചിന്തിച്ചോണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ നത്തിങ്, വി ആർ നത്തിങ്, നമ്മളൊന്നും അല്ല, ഒന്നുമില്ല എന്ന സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ നദിയുടെ പ്രത്യേകത? ഈ നദി എവിടെ ഒഴുകപ്പെടുന്നു അവിടെ വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും. ജീവജാലങ്ങൾ അവിടെ കടന്നു വരാനിടയാകും. ഈ നദി വരുന്നിടത്തെല്ലാം ഒരു നദിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, ഒരു കടലിലേക്ക് നോക്കുമ്പോൾ മത്സ്യം മാത്രമല്ല, വിവിധ തരത്തിലുള്ള ജന്തുക്കൾ, ജീവജാലങ്ങൾ ഈ കടലിനടിയിൽ അല്ലെങ്കിൽ ഈ നദിയിൽ ഉണ്ടാകും. ഇതെല്ലാം ഈ നദി ഉള്ളത് കൊണ്ടാണ്. ഭയങ്കര അതിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ നദിക്കകത്ത് ഒരുപാട് ആൾക്കാർ കിടപ്പുണ്ട്, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ നദി നിങ്ങളുടെ സഭയിലേക്ക് ഒഴുകിയാൽ അവിടെ ജനങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് ജീവൻ പ്രാപിക്കുവാൻ, ജീവിതം നവീകരിക്കപ്പെടുവാൻ, വലിയ റിനോവേഷൻ നടക്കുവാൻ, റിന്യൂ ചെയ്യപ്പെടുവാൻ, റെസ്റ്റോറേഷൻ നടക്കുവാൻ ജനങ്ങൾ അവിടെ കടന്നു വരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് 10 വാക്യത്തിൽ പറയുന്നത്, അത് കരയിൽ ഏൻഗതി മുതൽ ഏനെഗ്ലൈൻ വരെ മീൻ പിടിക്കാരിറങ്ങി വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും, എണ്ണാൻ കഴിയാത്തതായിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ഭയങ്കര ഉണർവുകൾ ഉണ്ടാകട്ടെ. ആ നിലകളിലുള്ള റിവൈവലുകൾ സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. ഈ നദി ഒഴുകട്ടെ, ഭാരതത്തിലേക്ക് ഒഴുകട്ടെ, രാജ്യങ്ങളിലേക്ക് ഒഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, വ്യക്തികളിലേക്ക് ഒഴുകട്ടെ. ക്രിസ്തുവിന്റെ ജീവൻ അവിടെയെല്ലാം വ്യാപരിക്കട്ടെ. അവരിലെല്ലാം ആ സോയ ലൈഫ് ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആ രോഗം, നിങ്ങളുടെ ആ പ്രതിസന്ധി, നിങ്ങളായിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ, ആ ചലനമറ്റ അനുഭവങ്ങളിൽ ഈ ജീവൻ വെളിപ്പെടട്ടെ. സക്കറിയ എന്ന പ്രവാചകൻ, സക്കറിയാവിന്റെ പ്രവചന പുസ്തകം 14 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ പറയുന്നുണ്ട്, അന്നാളിൽ ജീവനുള്ള വെള്ളം. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. സമ്മറിലും വിന്ററിലും എന്ത് സംഭവിക്കും? ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് ജീവനുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിന് ജീവിപ്പിക്കാൻ സീസൺ ഇല്ല. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. സുവിശേഷത്തിന് സീസൺ ഇല്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പ്രത്യേകമായൊരു സീസൺ ഇല്ല. പരിശുദ്ധാത്മാവിന് നമ്മെ തൊടുവാൻ, പരിശുദ്ധാത്മാവിന് ഉണർവ് കൊണ്ടുവരുവാൻ ഒരു പ്രത്യേക സീസൺ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറ്റ് എനി ടൈം അത് സംഭവിക്കാം. ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഏത് സമയത്ത് നിങ്ങൾ ദൈവത്തോട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചാലും പരിശുദ്ധാത്മാവിന് നിങ്ങളെ നിറയ്ക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ നദി വിന്ററിലും സമ്മറിലും എല്ലാം ഒഴുകുന്ന നദിയാണ്.
ഇത് മെഡിറ്ററേനിയൻ സീയെ കുറിച്ചും ഡെഡ് സീയെ കുറിച്ചുമുള്ള ഒരു പ്രൊഫസിയാണ് പാസ്റ്റർ. ഈ എഗസ്കേൽ പറഞ്ഞില്ലേ, യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും എന്ന് പറഞ്ഞില്ലേ. ഇത് മെഡിറ്ററേനിയൻ സീയെ കുറിച്ചുള്ള ഈ മെഡിറ്ററേനിയൻ സീക്കകത്ത് നിറയെ മത്സ്യങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാമോ ഈ എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 47 മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മൂന്നാമത്തെ വാക്യം. ഈ നദിയിലേക്ക് പ്രവാചകനായ എഗസ്കേൽ ഇറങ്ങിയപ്പോൾ തനിക്കുണ്ടായ അനുഭവം ഒന്ന് വായിക്കാമോ? ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. ശ്രദ്ധിക്കുക, 47 മൂന്നാം വാക്യം പറയുന്നു, ഈ നദിയിലേക്ക് ആ ദൂതൻ എന്നെ ഇറക്കുമ്പോൾ അതിന്റെ നരിയാണിയോളമായി എന്റെ പാദം നനഞ്ഞ് എന്റെ നരിയാണിയോളമായി. എന്നാൽ അവിടെ കൊണ്ടും അവസാനിക്കുകയല്ല, അടുത്ത ലെവൽസ് ആണ്, ഡിഫറെന്റ് ലെവൽസ് ആണ് ഇത്. നിങ്ങൾ ഈ നരിയാണിയോളം എന്ന ലെവലിൽ മാത്രം നിൽക്കരുത്, അടുത്ത ലെവലിലോട്ട് കയറണം. 47 4 വാക്യത്തിൽ പറയുകയാണ്, അത് പിന്നെ മുട്ടോളമായി. ആ മുട്ടോളമൊക്കെ ആയി എനിക്ക് ലഭിച്ചു. അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി പോകരുത്. 47 4 വാക്യത്തിൽ പറയുന്നു, അത് പിന്നെ അരയോളമായി. 5 വാക്യത്തിൽ പറയുന്നു, അത് പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു നദിയായി തീർന്നു. ഈ നരിയാണിയോളമായപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഈ വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഞാൻ വെള്ളത്തിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. മുട്ടോളമായപ്പോഴും ഞാൻ വെള്ളത്തിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ട് എനിക്ക് ലെഫ്റ്റിലോട്ട് പോകാം, റൈറ്റിലോട്ട് പോകാം, പുറകോട്ട് പോകാം, മുന്നോട്ട് പോകാം, എങ്ങോട്ട് വേണേ പോകാം, തിരിച്ച് കരയിലും കയറി പോകാം. എന്നാൽ അത് എനിക്ക് കടക്കാൻ കഴിയാത്ത, നീന്തിയിട്ടല്ലാതെ പോകാൻ പറ്റാത്ത, എൻ്റെ ശിരസിന്റെ മുകളും കഴിഞ്ഞ് ഇതെനിക്ക് മേളിലൂടെ ഒഴുകാൻ തുടങ്ങുന്ന അവസ്ഥയിലായപ്പോൾ ഈ നദി എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥമായി സംഭവിക്കേണ്ടത്. പരിശുദ്ധാത്മ സാന്നിധ്യത്തെ നമ്മളുടെ അധികാര പരിധികൾ കൊണ്ട് നിയന്ത്രിക്കുകയല്ല. പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും തടയാൻ നമ്മൾ ശ്രമിക്കരുത്. അവരിലൊന്നും ഒരു നിറവുള്ളവരല്ല. എന്നാൽ ആത്മനിറവുള്ളവരുടെ പ്രത്യേകത, അവർ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ചലിക്കുന്നവരല്ല. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് അവർ പോകുന്നത്. അവരുടെ സഭ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ ശുശ്രൂഷ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവായിരിക്കും. ശരിയല്ലേ? നിലയില്ലാത്ത വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? വെള്ളമല്ലേ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിയായി തീരുന്നത്. നമുക്ക് തന്നെ നീന്തിയിട്ടല്ലാതെ വഹിക്കാൻ കഴിയാത്ത നദിയായി അതെന്നിലേക്ക് ഒഴുകുകയാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നരിയാണിയോളം വെള്ളമുള്ളപ്പോൾ നിങ്ങളെ ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞാൽ കറക്റ്റ് വന്ന് നിങ്ങളുടെ ദേഹത്ത് കൊള്ളും. അരയോളം എത്തിയാലും നിങ്ങളുടെ നെറ്റിക്കെറിഞ്ഞാൽ താഴെ വീഴും. പക്ഷെ നിങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ കല്ലെടുത്ത് എറിഞ്ഞാൽ ഭയങ്കര ഊക്കിലായിരിക്കും എറിയുന്നത്. പക്ഷെ വെള്ളത്തിൽ കല്ല് വീണാലുള്ള സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. അതിനൊരിക്കലും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളെ ഭയങ്കരമായ ഒരു ശക്തി കവർ ചെയ്യുകയാണ്. നിങ്ങളെ ആ ഗ്ലോറി കവർ ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, നീന്തിയിട്ടല്ലാതെ കയറാൻ പറ്റാത്ത അനുഭവത്തിൽ എനിക്ക് നരിയാണിയോളം പോര കർത്താവേ, മുട്ടോളം പോര കർത്താവേ, എനിക്ക് അരയോളം പോര കർത്താവേ, ഇതിലേക്ക് എന്നെ ഒന്ന് മുക്കണേ, എന്നെ ഇറക്കണേ കർത്താവേ. പരിശുദ്ധാത്മാവെ ഒന്ന് ആഗ്രഹിച്ചേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമായ
അരയോളവും പോരാ അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഒട്ടോളമല്ല അരയോളവും പോരാ അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുത്തോളമല്ല അരയോളം പോരാ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളം പോരാ അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക ശക്തിയാ, നിറയ്ക്കുക ശക്തിയാ, നിറയ്ക്കുക ജീവനാ അങ്ങേ ഘോഷിക്കുക. നിറയ്ക്കുക ശക്തിയാ, നിറയ്ക്കുക ശക്തിയാ, നിറയ്ക്കുക ജീവനാ അങ്ങേ ഘോഷിക്കുക. ഒട്ടോളമല്ല അരയോളവും പോരാ അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഒട്ടോളമല്ല അരയോളവും പോരാ അങ്ങേ മുങ്ങിടുവാൻ ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനോട് പറഞ്ഞു നിറയ്ക്കപ്പാ. നിറയ്ക്കുക നിന്ദന്യാ, നിറയ്ക്കുക നിൻ ശക്തിയാ, നിറയ്ക്കുക നിൻ ജീവനാ അങ്ങേ ഘോഷിക്കുക. നിറയ്ക്കുക നിന്ദന്യാ, നിറയ്ക്കുക നിൻ ശക്തിയാ, നിറയ്ക്കുക നിൻ ജീവനാ അങ്ങേ ഘോഷിക്കുക. മുട്ടോളമല്ല അരയോളവും പോരാ അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. അപ്പാ, നിന്റെ സ്നേഹത്തിന്റെ വീതിയും അതിന്റെ നീളവും അതിന്റെ ആഴങ്ങളും അതിന്റെ ഉയരവും ആരായാൻ എനിക്ക് കൊതിയാകുന്ന കർത്താവേ, ആ നദിയിലേക്ക് എന്നെ ഒന്ന് ഇറക്കണേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എഗസ്കേൽ പ്രവാചകനെ ആത്മാവ് ആ നദിയിലേക്ക്, ആത്മാവിന്റെ നദിയിലേക്ക് ഇറക്കിയതുപോലെ ആ ജീവൻ നൽകുന്ന, ആ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മ നദിയിലേക്ക് ഇന്ന് രാത്രി എന്നെ ഒന്ന് ഇറക്കണമേ കർത്താവേ, ഒന്ന് ഇറക്കണമേ. ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നദിയിലെ അകത്തൊരു മനുഷ്യൻ ഇറങ്ങിയാൽ ഈ വെള്ളത്തിന്റെ സുഗന്ധം നിങ്ങളിൽ തട്ടിയാൽ നിങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ അവൻ പഴയ അവസ്ഥയിൽ തുടരത്തില്ല. എലീശ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കർഷകനായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു. ആ കൃഷിക്കാരന്റെ മേളിൽ ഏലിയാവിന്റെ പുതപ്പ് വീണപ്പോൾ ആ കൃഷിക്കാരൻ പ്രവാചകനായി. മീൻ പിടിച്ചു വിൽക്കുന്ന മുക്കുവന്മാരായ സഹോദരന്മാരായ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരായി.
പരാജിതനായിരുന്ന ഗിദെയോന്റെ മേളിൽ മിദ്യാന്യ ശക്തികളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മനമെടുത്ത മനുഷ്യന്റെ മേളിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ താൻ പരാക്രമശാലിയായി. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നാൽ നിങ്ങളൊരു അത്ഭുതമാകും. ഞാൻ ഇന്നും ഒരു മനുഷ്യന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അനിൽകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ടെസ്റ്റ് മണി, കൊല്ലത്തുള്ളൊരു സഹോദരൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞ കാര്യം, കർത്താവ് നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഇന്ന് ഈ ലൈവിൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ, ഈ നദി നിങ്ങളിൽ ഒഴുകിയാൽ നിങ്ങളൊരു അത്ഭുതമായി തീരും. നിങ്ങൾ ഏതെങ്കിലും ഒരു അത്ഭുതം കാണുമെന്നല്ല, നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി തീരും. അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് കുറച്ച് അനുഗ്രഹം തരുമെന്നല്ല, നീ ഒരു അനുഗ്രഹമായി തീരും. എന്നൊരു സംഭവം ഞാൻ കാണിക്കട്ടെ. ജോസഫിനെ കുറിച്ച്, മകനായ ജോസഫിനെ കുറിച്ച് യാക്കോബ് എന്ന പിതാവ് പ്രവചിക്കുന്ന ഒരു പ്രവചനം. യാക്കോബ് തന്റെ പുത്രന്മാരെ കുറിച്ച് പ്രവചിക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് പ്രവചിച്ച ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തി 49 22, 23, 24 വാക്യങ്ങൾ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം വായിച്ചു മാസ്റ്റർ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. നിങ്ങൾക്കറിയാം ജോസഫിന്റെ ചരിത്രം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് കിട്ടുന്ന ബോധ്യം, ഇപ്പോൾ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഈ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് യാക്കോബ് പ്രൊഫസൈ ചെയ്തത്, ഡിക്ലയർ ചെയ്തത്? ആ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ എന്തായിരുന്നു? ജോസഫേ, നീ ഫലമുള്ള ഒരു വൃക്ഷമാകാൻ പോവുകയാണ്. നീ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? ആ വൃക്ഷം നീരുറവിനരികെ, എല്ലാരും പറഞ്ഞ് നീരുറവിനരികെ. എവിടെയെങ്കിലും നിൽക്കുമല്ല, ആ വൃക്ഷം എവിടെ നിൽക്കുന്ന? നദിക്കരയിൽ. നദിക്കരയിൽ വെള്ളമൊഴുകുന്ന സ്ഥലത്ത് നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതുകൊണ്ട് അതിന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവരെയ്തു, അവനോട് പൊരുതി. അവന്റെ വില്ലുറപ്പോടെ നിന്നു. ഇസ്രായേലിന്റെ പാറയുടെ നാമത്തിൽ തന്നെ. ഇത് 2-3 വാക്യങ്ങളെ ഉള്ളെങ്കിലും ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവചരിത്രം മുഴുവൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ഒരു ഒറ്റ പ്രവചനത്തിനകത്ത് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ലൈഫ് മൊത്തം കിടപ്പുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ്? ജോസഫ് ഒരു ഫലമുള്ള വൃക്ഷമായിരുന്നു. അത് ഫലമുള്ള വൃക്ഷമാകാൻ കാരണം അത് നീരുറവിനരികിൽ നിന്നു. നീരുറവ് എന്താണ്? പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം, പ്രസൻസ് ഓഫ് ഗോഡ്, ജീവിപ്പിക്കുന്ന നദി. അതുകൊണ്ട് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ ആർക്കും തളർത്താൻ പറ്റിയില്ല. അതല്ലേ 1-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിനരികെ നട്ടിരിക്കുന്നതും തന്നെ വിളിച്ചു വന്നല്ല, അവനെ ഈ ആറ്റിനരികിൽ നട്ടിരിക്കുന്നു. നിന്നെ കാണുന്ന ദൈവപുരുഷനോട്, ആ കുടുംബത്തോട് കർത്താവ് പറയുന്നു, നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം നട്ടതാണ്. കർത്താവ് നട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് വളർത്തും. ഡെസ്പായി പോകരുത്, ഡിസ്കറേജ്ഡ് ആയി പോകരുത്. കർത്താവ് നട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് വളർത്തും. ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കരം നിങ്ങളെ ഉയർത്തും.
ആമോസ് എന്ന പ്രവാചകൻ പറയുന്നു, ഞാനൊരു ഇടയ ചെറുക്കനായിരുന്നു, അത്തിപ്പഴം പെറുക്കുന്ന ആളായിരുന്നു, ഞാൻ പ്രവാചകനും അല്ലായിരുന്നു, പ്രവാചകന്റെ ശിഷ്യനും അല്ലായിരുന്നു. എന്നാൽ യഹോവയുടെ കരം എന്നെ പിടിച്ചു. ഏത് കരമാണോ എന്നെ പിടിച്ചത്, ആ കരമാണ് എന്നെ പ്രവാചകനാക്കിയത്. ഏത് കരമാണോ എന്നെ പിടിച്ചത്, ആ കരമാണ് എന്നെ ഉയർത്തിയത്. അങ്ങനെങ്കിൽ ഏത് കരമാണോ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്, ആ കരം നിങ്ങളെ ഉയർത്തും, ആ കരം നിങ്ങളെ അനുഗ്രഹിക്കും, ആ കരം നിങ്ങളെ മാനിക്കും. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, അവന്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. പുരാതനനായ ദൈവം എൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജമുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ കരം പ്രവർത്തിക്കും, എന്റെ ഭുജം പ്രവർത്തിക്കും. ആരത് തടുക്കും? താങ്ക് യു ജീസസ്. എന്താണ് ആറ്റരികത്ത്? ഈ ആറ്റരികത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. നദി, അതിന്റെ പ്രത്യേകത എന്താണ്? തക്കകാലത്ത് ഫലം കായ്ക്കും, ഇലവാടത്തില്ല. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ നാലാമത് മറ്റൊരു കൂട്ടത്തെ കുറിച്ച് പറയുന്നു. ദുഷ്ടന്മാർ അങ്ങനെയല്ല, പരിഹാസികൾ അങ്ങനെയല്ല. ഇന്ന് ഭയങ്കര ഉഷാറായിട്ടൊക്കെ നിൽക്കുന്ന കാണും, പിന്നെ അവർ കാണാൻ പോലും പറ്റില്ല. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ, അവർ പതിർ പോലെ അത്രേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ജോസഫിന്റെ ലൈഫിലെ ബ്ലെസ്സിങ് അതായിരുന്നു. ജോസഫിന്റെ ഹോളിനെസിന്റെ കാരണം അതായിരുന്നു. തനിക്ക് പാപം ചെയ്യുവാനുള്ള അവസരം ലഭിച്ചപ്പോഴും അവിടെ നിന്ന് താൻ ഇറങ്ങി ഓടിയില്ലേ? അതിൻ്റെയൊക്കെ കാരണം ഈ നദിക്കരികിൽ നിന്ന മനുഷ്യനാണ്. എപ്പോഴും ഓർക്കണം, നമ്മൾ നോക്കേണ്ടത് ഇലയുടെ വലിപ്പമല്ല. നിങ്ങളൊരു ചെടി മേടിക്കുമ്പോൾ ഇല കണ്ടുകൊണ്ട് ചെടി എടുക്കരുത്, നല്ല മൂടാണോ എന്ന് നോക്കണം. ഒന്നുകൂടെ പറയാം, ചെടി മേടിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ചെടി മേടിക്കുന്ന സമയത്ത് മേളിൽ നിൽക്കുന്ന അവർ മരുന്നിട്ട് പിടിപ്പിച്ച 4 പൂവും കണ്ടോണ്ട് ചെടി എടുത്തോണ്ട് വരല്. പൂ അടുത്ത ആഴ്ച കൊഴിഞ്ഞു പോവും. നല്ല മൂടാണെങ്കിൽ, അത് നല്ല റൂട്ടഡ് ആണെങ്കിൽ, നല്ല വേരുണ്ടെങ്കിൽ ഈ സാധനം വർഷങ്ങൾ പിടിക്കും, വളരും, ഇനിയും പൂക്കും. അതുകൊണ്ട് ഈ ആരുടെ ഇലയും പുറമേ ഉള്ള സംഗതി ഒന്നും കണ്ട ആരെയും വിലയിരുത്തരുത്. ഈ റൂട്ട് എവിടാന്ന് നോക്കണം. റൂട്ട് എങ്ങോട്ടാ പോയേക്കുന്നതെന്ന് നോക്കണം. വേരെങ്ങോട്ടാണോ പോയേക്കുന്നത്, അവിടെ നിന്നുള്ള സാധനം ആയിരിക്കും ഇത് വലിച്ചെടുത്ത് മേളിലോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യ സഭയോട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. അപ്പൊ ക്രിസ്തുവിൽ വേരൂന്നുന്നവൻ ആത്മീകമായി വളരും. നിങ്ങളുടെ റൂട്ട് എവിടെയാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ തടി എത്ര ശക്തമാണെങ്കിലും റൂട്ട് ശക്തമല്ലെങ്കിൽ ഏത് സമയവും ഇളകി വീഴാം. എന്നാൽ ചിലതൊക്കെ എത്ര കാറ്റടിച്ചാലും, എത്ര തിര വന്നാലും, എത്ര പ്രളയം വന്നാലും, അതിന്റെ മേളിൽ കൂടെ ഒക്കെ വെള്ളം പൊങ്ങിക്കിടന്നാലും വെള്ളം താഴുമ്പോൾ ആൾ അവിടെ തന്നെ കാണും. കാരണം ഭയങ്കര റൂട്ടാണ് അതിന്റെ, ഭയങ്കര വേരാണ്. ആ വേരിന് ആഴമുണ്ടെങ്കിൽ ആ വേരെവിടെ ഇറങ്ങിയിരിക്കും നോക്കണം. ജോസഫ് ഫലപ്രദമായ വൃക്ഷമാകാൻ ഉള്ളതിന്റെ കാരണം നീരുറവിനരികെയാണ് അവന്റെ റൂട്ട്. അവിടെയായിരുന്നു, വചനത്തിലായിരുന്നു അവന്റെ റൂട്ട്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലായിരുന്നു, ദൈവത്തിലായിരുന്നു അവൻ വേരിറക്കി നിന്നത്. നിങ്ങളൊരു സംഘടനയിൽ വേരിറക്കിയാൽ സംഘടന പൊളിയുമ്പോൾ നിങ്ങളും പൊളിഞ്ഞു. നിങ്ങളൊരു മനുഷ്യനിൽ വേരിറക്കിയാൽ ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഡൗൺ ആയി പോകും. നിങ്ങളൊരു വ്യക്തിയിൽ വേരിറക്കിയാൽ ആ വ്യക്തി എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിങ്ങളും ഡെസ്പായി പോകും. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൽ വേരിറക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വളരും, നിങ്ങൾ അനുഗ്രഹീതരാകും, നിങ്ങൾ വളരെയധികം പൂവിടുവാൻ, ഫലം കൊടുക്കുവാൻ ഇടയാകും. നിങ്ങളുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആകും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആകും. ഒത്തിരി പേർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും. ആമേൻ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, അതിന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. ജോസഫ് ആകുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത, അവൻ ഫ്രൂട്ട്ഫുൾ ആണ്. ഫ്രൂട്ട്ഫുൾ ആകാനുള്ളതിന്റെ കാരണം ഈ നീരുറവിനരികെ നിൽക്കുന്നതാണ്. നീരുറവ് പരിശുദ്ധാത്മാവാണ്, ദൈവവചനമാണ്, ദൈവസാന്നിധ്യമാണ്. അവന്റെ കൊമ്പുകൾ ഈ മതിലിന്റെ മേൽ പടരുന്നു എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാരണം, ജോസഫിന്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ സഹോദരന്മാര് കെട്ടിയ മതിലുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത പൊത്തീബറിന്റെ ഭാര്യ തനിക്കെതിരെ ഉണ്ടാക്കിയ അപവാദ പ്രചരണങ്ങൾ എന്ന മതിലുണ്ട്.
തന്നെ അടച്ച ജയില് അതൊരു മതിലായിരുന്നു. ജോസഫിന്റെ എൻ്റെ ലൈഫ് നിങ്ങൾ പഠിക്കുമ്പോൾ പൊട്ടക്കിണർ ഒരു മതിലായിരുന്നു. പൊത്തീഫറിന്റെ ഭാര്യ ഒരു മതിലായിരുന്നു. മതിലെന്ന് പറഞ്ഞാൽ എന്നാ? പരിമിതി, ബൗണ്ടറി. അതിനപ്പുറത്തും ഇന്നില്ല. ഇവരെല്ലാം ഒതുക്കാൻ നോക്കി. സഹോദരന്മാർ അവനെ ഒതുക്കാൻ നോക്കി. മതിൽക്കെട്ടുകൾക്കകത്ത് ഒതുങ്ങിപ്പോയെന്ന് ചിലർ പറയത്തില്ലേ? സഹോദരന്മാർ അവനെ ഒതുക്കാൻ നോക്കി. കുടുംബക്കാരവനെ ഒതുക്കാൻ നോക്കി. ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത അവനെ ഒതുക്കാൻ നോക്കി. കാരാഗ്രഹത്തിന്റെ മതിൽക്കെട്ടുകൾ അവനെ ഒതുക്കാൻ നോക്കി. സകലരും അവനെ ഒതുക്കാൻ നോക്കി. മിസ്രൈമിയ അടിമച്ചന്തകൾ അവനെ ഒതുക്കാൻ നോക്കി. പക്ഷേ നീരുറവിനരികെ നിന്ന ജോസഫ് എന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത, ഈ മതിലൊന്നും പൊളിയാൻ പുള്ളി പ്രാർത്ഥിച്ചില്ല. ഈ മതിലുകളോടൊന്നും പുള്ളി ഒരു യുദ്ധത്തിനും പോയില്ല. സമയം വന്നപ്പോൾ ജോസഫ് ആകുന്ന വൃക്ഷം ഈ മതിലിന്റെ മുകളിലൂടെ അങ്ങ് പടർന്നു. You will overcome. You will overcome this situation. You will overcome these barriers. ഇത് ഇന്ന് രാത്രിയിൽ ആ വ്യക്തിയോടുള്ള ഒരു പ്രവചനമാണ്, ഒരു ദൂതാണ്. നീ ഇതിനെ അതിജീവിക്കും. നീ ഈ വിഷയത്തെ മറികടക്കും. ഈ മതിൽക്കെട്ടുകൾക്കകത്ത്, ഈ സിറ്റുവേഷനകത്ത് ഒതുങ്ങിപ്പോകത്തില്ല. അതിന്റെ മുകളിലൂടെ കർത്താവ്, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വെളികൊണ്ടുവരും. നിങ്ങൾ പടരും. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അടുത്ത വകയും കണ്ടോ? പലരും അവനെ വിഷമിപ്പിച്ചു. ആരെല്ലാം ജോസഫിനെതിരെ എയ്തു, ആരെല്ലാം അവനോട് പൊരുതി. സ്തോത്രം. 70 വയസ്സുള്ള ഒരു അമ്മച്ചി, വിശ്വാസ ജീവിതം നയിച്ചൊരു അമ്മച്ചിയെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, ബ്രദറെ, എന്തിനോടെല്ലാം പൊരുതിയാന്നറിയാവോ ഞാൻ ഇവിടെ വരെ എത്തിയെന്ന്. അപ്പൊ ഞാൻ ഓർത്തുപോയി, ചെറുപ്പക്കാരനായ ജോസഫ് തന്റെ യൗവന പ്രായത്തിൽ എന്തിനോടെല്ലാം പൊരുതിയെന്ന്, ആരോടെല്ലാം പൊരുതിയെന്ന്, തന്നോട് ആരെല്ലാം യുദ്ധത്തിന് വന്നത്. അകത്തുനിന്ന് തുടങ്ങിയ യുദ്ധം, പുറത്തുനിന്ന് തുടങ്ങിയ യുദ്ധം, എല്ലായിടവും പുള്ളിയുടെ അസൂയായിരുന്നു. പുള്ളിയെ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്നത്തെ ഭാഷ പറയാം, നിങ്ങളെ ഒതുക്കി കളയാൻ ഒരു പൊട്ടക്കിണറ്റി കൊണ്ടുവന്നിട്ട് ഒരു JCB വിളിച്ചുകൊണ്ട് വന്ന് മണ്ണിട്ട് മൂടിയാലും നിങ്ങൾ പുറത്തു വരും. കർത്താവ് നിങ്ങളെ വളർത്താൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നിരിക്കും. ദൈവം നിങ്ങൾക്കൊരു സ്വപ്നം, ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തെ ദൈവം പൂർത്തീകരിക്കും. അടിസ്ഥാന കല്ലിട്ടവൻ അതിന്റെ ഏറ്റവും ടോപ്പിലത്തെ, ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലത്തെ സ്റ്റോൺ വെച്ചിരിക്കും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്തിരിക്കും. ഇതിന്റെ എല്ലാം റീസൺ ഞാൻ പറയുന്നത്, നീരുറവിനരികെ ദൈവസാന്നിധ്യം വിട്ട് നിങ്ങൾ പോകരുത്. പരിശുദ്ധാത്മാവിനെ വിട്ടു പോകരുത്, മറന്നു പോകരുത്. എപ്പോഴും ആ ഹോളി സ്പിരിറ്റ് ഇന്റിമസി നിങ്ങൾക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പക്ഷേ 1-2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം നമുക്കിന്ന്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 12-ാമത്തെ അധ്യായം, അതിന് 2-3 വാക്യങ്ങൾ പറയുന്നു, ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും ഗീതവുമായിരിക്കുന്നു. വായിക്കാം. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്ന് വെള്ളം കോരും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ, ആരാണ് ആ രക്ഷയുടെ ഉറവ? യേശുക്രിസ്തു. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ നദിയെ സ്വീകരിക്കാനായി കഴിയും. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? വലിയൊരു ദാഹമാണ്. പരിശുദ്ധാത്മ നദി നിങ്ങളിൽ ഒഴുകാൻ, ഈ ജീവജലം നിങ്ങളിൽ വരാൻ നിങ്ങൾക്ക് വേണ്ടത് വലിയൊരു ആത്മദാഹമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സങ്കീർത്തനക്കാരൻ 42-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങനെ ദാഹിക്കുന്നുണ്ടോ? ജീവനുള്ള ദൈവത്തിനായി, അവന്റെ സാന്നിധ്യത്തിനായി, അഭിഷേകത്തിനായി. അങ്ങനെയാണെങ്കിൽ യെശയ്യാ എന്ന പ്രവാചകൻ 44-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നിങ്ങളോട് പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കും പകരും.
നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ. വായിക്കാം പാസ്റ്റേ, ഒരു തവണ മൊത്തത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചേ. നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ ഞാൻ അനുഗ്രഹത്തെ വരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ ഈ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. ആ ദാഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരു സ്പിരിച്വൽ ഹങ്കർ, ഒരു ആത്മീയമായ ദാഹം, ഒരു സ്പിരിച്വൽ തേഴ്സ്റ്റ് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. യൗവനക്കാരനെ കാണുന്നുണ്ടോ? കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ കൊതിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കർത്താവിനോട് പറഞ്ഞേ, അപ്പാ എൻ്റെ മേൽ പകരണമേ. ആ ദാഹത്തോടെ ഞാൻ നിന്റെ അരികിലേക്ക് വരികയാണ്. മാന്നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണമേ. മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ എൻ്റെ ആത്മാവ് കാക്ഷിക്കുക. കർത്താവേ, എൻ്റെ ആത്മാവ് കാക്ഷിക്കുക. മാന്നീർത്തോടിനാ കാക്ഷിക്കുമ്പോ ആത്മാവിനാ ദാഹിക്കുന്നേ. മാന്നീർത്തോടിനായി കാക്ഷിക്കുന്നേ. ആത്മാവിനാ ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീരെനിക്കേകിടണേ യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശ്രേഷ്ഠമാ. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും മാന്നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ഈ നദിയിലേക്ക് കടന്നു വരികയാണ്. ഈ നദി എന്നിലേക്ക് ഒഴുക്കണമേ, പകരണമേ കർത്താവേ. മുട്ടോളമല്ല, അരയോളം പോര കർത്താവേ, എന്നിലേക്ക് അത് പകരണമേ കർത്താവേ. ആഗ്രഹിക്കുന്നവരെല്ലാം എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, ഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച്. ആ ജീവൻ, ഇത് ജീവിപ്പിക്കുന്ന നദിയാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഒരു ഭയങ്കര ജീവനുണ്ട്. അത് നിങ്ങളിലേക്ക് ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. ആ രോഗത്തെ, ബ്ലഡ് സംബന്ധമായ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. ആ എത്ര നാൾ കൊണ്ട് മരുന്ന് കഴിച്ചിട്ടും ആ ഉണങ്ങാത്ത, കരിയാത്ത മുറിവ് ദൈവം ഉണക്കും. ആ സ്കിന്ന് പുതുതാകും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചലനമറ്റ ആ അവയവത്തിന്റെ മേളിൽ ക്രിസ്തുവിന്റെ ജീവൻ ഇന്ന് രാത്രിയിൽ വ്യാപരിക്കും. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന മുടന്തനെ എഴുന്നേൽപ്പിച്ചു നടത്തിയത് ഈ ജീവനാണ്.
മരിച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവിടെ വ്യാപരിച്ചത് സോയ ലൈഫാണ്. ക്രിസ്തുവിന്റെ ജീവൻ അവിടെ വെളിപ്പെടുകയായിരുന്നു. കൈകളെ ഉയർത്തിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ യേശുവേ, അവിടുത്തെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. എന്റെ ജീവിതത്തിന് വലിയ രൂപാന്തരം അയക്കണമേ. അങ്ങയോടുള്ള എന്റെ thirst, എന്റെ ഹങ്കർ, എന്റെ ദാഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ ദൈവമേ, ഞാൻ ഒന്നുമല്ല കർത്താവേ, എന്നെ നിറയ്ക്കണമേ. ഇന്ന് രാത്രി വീണ്ടും പരിശുദ്ധാത്മാവ് ചിലരെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തെ പരിശുദ്ധാത്മാവ് റെസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഹോളി സ്പിരിറ്റ് അതിനെ റെസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഓ Lord, thank you. Then sings my soul, my Savior God, to thee. How great you are, Lord. ആ കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞാൻ ഈ സമയത്ത് ലൈവിൽ എന്നെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരും ഈ സമയത്ത് അലക്ഷ്യമാകരുത്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മുറികളെ നിറയ്ക്കും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളെ നിറയ്ക്കും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കും പകരും. ഒരു ഒഴുക്കുണ്ടാകും. ജീസസ്, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. കർത്താവെ, ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവെ, എന്റെ മക്കളെല്ലാം, എന്റെ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തലമുറകളുള്ളവർ പ്രാർത്ഥിച്ച്. തലമുറകളില്ലാത്തവർക്ക് ദൈവം തലമുറകളെ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുടുംബജീവിതം നയിച്ചിട്ട് തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കട്ടെ.